തൊടുപുഴയുടെ പ്രഥമ MLA ഓർമ്മയായിട്ട് അരനൂറ്റാണ്ട് CA മാത്യുവിനെ അനുസ്മരിച്ച് നാട്. കദളിക്കാട് നാഷണൽ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ CA മാത്യു അനുസ്മരണം നടത്തി. മുൻ മന്ത്രി PJ ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സിറിയക് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. മഞ്ഞളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തന്നിട്ടാമയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. തൊടുപുഴയുടെ പ്രഥമ MLA ആയിരുന്ന CA മാത്യു ചൂരപ്പുഴ ഓർമ്മയായിട്ട് അരനൂറ്റാണ്ട്. 1957 ഒന്നാം കേരള നിയമസഭയിൽ അംഗമായ CA മാത്യു തുടർന്ന് 1960-ലും 1965-ലും തൊടുപുഴയെ പ്രതിനിധീകരിച്ചു. 1976 ജൂൺ 6-നാണ് 49-ാം വയസ്സിൽ അന്തരിച്ചത്. 57-ൽ മുഖ്യ പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസിന്റെ ചീഫ് വിപ്പായും മാത്യു പ്രവർത്തിച്ചു. 1960-ൽ നിയമസഭാ കക്ഷി ട്രഷററായിരുന്നു. 1965-ൽ കേരള കോൺഗ്രസ് ടിക്കറ്റിലാണ് മത്സരിച്ച് വിജയിച്ചത്. 1927 ഏപ്രിൽ 6-ന് ജനിച്ച മാത്യു വാഴക്കുളം ഇൻഫന്റ് ജീസസ് ഹൈസ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസവും ചങ്ങനാശ്ശേരി SB കോളേജിൽ നിന്ന് BSCയും തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് BLും പാസ്സായി. വിദ്യാർത്ഥിയായിരിക്കെ 1942-ൽ സ്വാതന്ത്ര്യ സമരത്തിലും പങ്കാളിയായി. വിദ്യാർത്ഥി കോൺഗ്രസിലൂടെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് വന്ന മാത്യു 1954-ൽ 26-ാം വയസ്സിൽ തൊടുപുഴയുടെ പ്രതിനിധിയായി തിരുവിതാംകൂർ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായി. കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം 57-ൽ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴയിൽ നിന്നും മത്സരിക്കാൻ മാത്യു അല്ലാതെ മറ്റൊരു പേര് കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിലില്ലായിരുന്നു. ആദ്യ തെരഞ്ഞെടുപ്പിലും 60-ലെ തെരഞ്ഞെടുപ്പിലും ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് CA മാത്യു തൊടുപുഴയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത്. 1965-ൽ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും ആർക്കും കേവല ഭൂരിപക്ഷം ഇല്ലാതെ വന്നതിനാൽ നിയമസഭ പിരിച്ചുവിട്ടു. ഇതോടെ മാത്യു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഉപേക്ഷിച്ച് പ്ലാന്റേഷൻ രംഗത്തേക്ക് കടന്നു. തിരുക്കൊച്ചി നിയമസഭയിൽ CA മാത്യു ചൂരപ്പുഴ അംഗമായിരിക്കെ 1955-ൽ ജന്മി കുടിയാൻ വ്യവസ്ഥ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ പ്രസംഗം ശ്രദ്ധേയമായിരുന്നു. ജന്മിത്വം അവസാനിപ്പിക്കാൻ മെമ്പർക്ക് സമ്മതമാണോ എന്ന് അന്നത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ള ചോദിച്ചു. ഇനി ഒരിക്കലും ഉണ്ടാകാത്ത തരത്തിൽ ജന്മിത്വം അവസാനിപ്പിക്കണമെന്നായിരുന്നു മാത്യുവിന്റെ മറുപടി. ഇതേ തുടർന്നാണ് ജന്മിത്വ വ്യവസ്ഥ കേരളത്തിൽ ഇല്ലാതാക്കാനുള്ള നിയമങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ജില്ലയിലെ പീരുമേട്, ദേവികുളം താലൂക്കുകൾ തമിഴ്നാടിനോട് ചേർക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ നിയമസഭയിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചു. തൊടുപുഴ നിയോജക മണ്ഡലത്തിലും ഇദ്ദേഹത്തിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന കദളിക്കാടും ഉൾപ്പെടെ ഒട്ടേറെ സ്ഥാപനങ്ങൾ തുടങ്ങിയത് CA മാത്യുവിന്റെ കാലത്താണ്. കദളിക്കാട് സ്വദേശിയായ മാത്യു അഭിഭാഷകനായും ഖാദി ബോർഡ് വൈസ് ചെയർമാനായും പ്രവർത്തിച്ചു. നല്ലൊരു പ്ലാന്ററും വോളിബോൾ താരവുമായിരുന്നു. ഭാര്യ പരേതയായ ഏലിയാമ്മ. 5 ആൺമക്കളും 3 പെൺമക്കളുമുണ്ട്. ഗൂഡല്ലൂരിൽ പ്ലാന്ററായി പ്രവർത്തിക്കുന്നതിനിടെ മഞ്ഞപ്പിത്തവും കരൾ രോഗവും ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് 49-ാം വയസ്സിൽ അന്തരിച്ചത്. ശനിയാഴ്ച കദളിക്കാട് നാഷണൽ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ CA മാത്യു അനുസ്മരണം നടത്തി. മുൻ മന്ത്രി PJ ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രിയങ്കരനായ ഒരു സുഹൃത്തായിരുന്നു. അപ്പോൾ എൻ്റെ പിതാവിന് മാത്രമല്ല ഒട്ടേറെ ആളുകൾ ആ വ്യക്തിബന്ധം അദ്ദേഹം കാത്തു സൂക്ഷിച്ചു. അറിയപ്പെടുന്ന എല്ലാവർക്കും സ്വീകാര്യനായ ഒരു MLA എന്നുള്ള നിലയിൽ മാത്തുക്കുട്ടി എന്തുകൊണ്ട് ഇങ്ങനെ മത്സരിച്ചില്ല എന്ന് ചോദിച്ചാൽ അത് ആർക്കും കൃത്യമായി പറയാൻ കഴിയില്ല. വേണ്ടാന്ന് വെച്ചു. സീറ്റിന് വേണ്ടി തർക്കിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജയിച്ച് പിന്മാറിയ ആളാണ്. തൊടുപുഴയിലും എൻ്റെ ഭൂരിപക്ഷം ജയിച്ച ശേഷം ഈ പറയുന്ന പോലെ കാർഷിക മേഖലയിലേക്ക് ൂരിലേക്ക് അദ്ദേഹം രംഗം പ്രവർത്തന മേഖല മാറ്റുകയാണ് ചെയ്തത്. ഡോക്ടർ സിറിയക് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. അർത്ഥത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയം മടുത്തുപോയി എന്നുള്ളതാണ്. 60-ന്റെ മധ്യത്തിലുണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, കോൺഗ്രസ് പിളർന്ന കേരള കോൺഗ്രസിന്റെ ഉദയം, അദ്ദേഹത്തിന്റെ 65-ൽ ജയിച്ചിട്ടും നിയമസഭ രൂപീകരിക്കപ്പെടാതെ നിയമസഭ പിരിച്ചുവിടപ്പെട്ട സന്ദർഭം, ഇതെല്ലാം ആയിരിക്കണം അദ്ദേഹത്തെ സജീവമായ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറ്റി. മഞ്ഞളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തന്നിട്ടാമയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. മുൻ MLA ജോണി നെല്ലൂർ ഉൾപ്പെടെ നിരവധി ആളുകൾ പ്രസംഗിച്ചു. ലൈബ്രറി പ്രസിഡന്റ് ജയ ജോർജ് സ്വാഗതവും സെക്രട്ടറി EK സുരേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ. ഗവൺമെന്റ് ജോലിയോ വിദേശത്ത് മികച്ച കരിയറോ സ്വപ്നം കാണുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ശരിയായ വഴി ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അബ്രോഡ് സ്റ്റഡീസ്. ഒരേ സ്ഥലത്ത് പഠിക്കാം. ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, PSC കോച്ചിംഗ്, ജർമ്മൻ ലാംഗ്വേജ്, സ്പോക്കൺ ഇംഗ്ലീഷ്, 4 കോഴ്സുകൾ ഒരു കോഴ്സിന്റെ ഫീസിൽ. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ പ്രായോഗിക പരിശീലനവും കരിയർ ഗൈഡൻസും ഉൾപ്പെട്ട ജോബ് ഓറിയന്റഡ് ട്രെയിനിംഗ്.
നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്കുള്ള ആദ്യ ചുവടു ഇന്ന് തന്നെ തുടങ്ങും. Your dream, our mission. Build your future with us. DM now. Online and offline classes available. Global Institute of Abroad Studies, near Head Post Office, Shakina Complex, Todupuzha.